അപ്പോൾ മക്കളെ നമ്മൾ റീനീറ്റിന്റെ വേറെ സീരീസായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നന്നായിട്ട് പഠിക്കുന്നില്ല എല്ലാവരും ഇപ്പോൾ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൽക്കലോയിഡ്, ഫ്ലാവനോയിഡ്സ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽ, ആന്റിബയോട്ടിക്സ്, കളേർഡ് പിഗ്മെന്റ്, സെന്റ്, ഗം, സ്പൈസസ്. ഇത്രയും വായിച്ചതിൽ എല്ലാവരും എന്തായിരുന്നു? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആയിരുന്നു. ഇതിൽ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഓഫ് ദി എബോ ആർ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. നമ്മൾ വായിച്ചതിലുള്ള എല്ലാവരും എന്തിന് എക്സാമ്പിൾസാ? സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഹൗ മെനി ഓഫ് ദി എബോ ആർ പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദി എബോ ആണ് വരുന്നത്. എല്ലാവരും ആരാണ്? സെക്കൻഡറി മെറ്റബോളൈറ്റിന്റെ ലിസ്റ്റ് ആണ്. അപ്പോൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പോയിട്ട് പഠിക്കണം. ഒരു ബോക്സ് ഉണ്ട്, അതൊന്ന് പോയിട്ടൊന്ന് റിവൈസ് ചെയ്യണേ. നെക്സ്റ്റ്, which element is present negligible in human body? ഓർമ്മയുണ്ടോ? ബയോമോളിക്യൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പേജിൽ മുകളിൽ ഒരു ടേബിൾ കൊടുത്തില്ലേ? CN റാവുവിന്റെ ഒരു ബോക്സ് ഓർമ്മയില്ലേ? ആ ബോക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. എലമെന്റ് പ്രസന്റ് നെഗ്ലിജിബിൾ ഇൻ ഹ്യൂമൻ ബോഡി. നെഗ്ലിജിബിൾ ആയിട്ട് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നത് ആരെയാണ്? സിലിക്കൺ ആണ്. സിമ്പിൾ ആയിട്ട് ഓർത്താൽ സിലിക്കണിനെ ഹ്യൂമൻ ബോഡി സില്ലി ആയിട്ടാണ് കാണുന്നത്. നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് ഹ്യൂമൻ ബോഡിയിൽ ആരെ കാണുന്നത്? സിലിക്കണിനെ കാണുന്നത്. എർത്ത് ക്രസ്റ്റിൽ 27.7% ആരെ കാണുന്നുണ്ട്? സിലിക്കണിനെ കാണുന്നുണ്ട്. ആ ബോക്സിൽ രണ്ട് വേർഡിങ്സ് ഉള്ളത്. ഒന്ന് നെഗ്ലിജിബിൾ, അത് ആരെ കേസിലാ? സിലിക്കണിന്റെ കേസിൽ. പിന്നെ അതിൻ്റെ അകത്തുള്ള മറ്റൊരു വേർഡ് വെരി ലിറ്റിൽ എന്നാണ്. വെരി ലിറ്റിൽ ആയിട്ട് കാണുന്നത് നൈട്രജൻ ആണ്. ഇൻ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ വെരി ലിറ്റിലും ഹ്യൂമൻ ബോഡിയിൽ സിലിക്കൺ നെഗ്ലിജിബിൾ. ഈ രണ്ട് വേർഡ്സ് ആണുള്ളത്. ബാക്കി മുഴുവൻ നമ്പേഴ്സ് ആണ് ആ ബോക്സിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മാക്രോ മോളിക്യൂൾ? അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിസാക്കറൈഡിന്റെ മോണോമർ ആണ്. സോറി, പ്രോട്ടീൻ എന്ന് പറയുന്ന പോളിമറുടെ മോണോമർ ആണ് ആര്? അമിനോ ആസിഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സിന്റെ മോണോമർ ആണ്. മോണോസാക്കറൈഡ് എന്ന് പറയുന്നത് പോളിസാക്കറൈഡിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, മോണോമേഴ്സ് ആണ്. അപ്പൊ ഈ മോണോമേഴ്സ് മുഴുവൻ ആരാണ്? ഇതാണ് മൈക്രോ മോളിക്യൂൾസ്. അപ്പൊ ഈ മൂന്ന് പേരും എന്താണ്? മൈക്രോ മോളിക്യൂൾസ്. അപ്പോ ആൻസർ ഏതാണ്? നോട്ട് എ മാക്രോ മോളിക്യൂൾ. ഓൾ ഓഫ് ദി എബോ. എല്ലാരും എന്താ? നോട്ട് എ മാക്രോ മോളിക്യൂൾ ആണ്. ഓക്കെ, ഹെട്രോസൈക്ലിക് റിംഗ് ഈസ് ഫൗണ്ട് ഇൻ വിച്ച് കോമ്പൗണ്ട്? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈക്ലിക് ആണ് പറഞ്ഞത്. ഒരു സൈക്കിള് വരച്ചാൽ ഇതിൽ കാർബൺ അല്ലാതെ മറ്റ് ആറ്റങ്ങൾ പ്രസന്റ് ആണെങ്കിൽ ആ റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോസൈക്ലിക് റിംഗ്. അപ്പൊ കാർബൺ അല്ലാതെ റിംഗ് സ്ട്രക്ചറിൽ മറ്റ് ആറ്റംസ് ഉണ്ടെങ്കിൽ, നൈട്രജൻ ബേസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നൈട്രജൻ ബേസിൽ അവിടെയെല്ലാം നൈട്രജനെ കാണാൻ പറ്റും. അപ്പൊ നൈട്രജൻ ബേസ് എന്തല്ല? ഒരു ഹോമോസൈക്ലിക് അല്ല. ആരാണ്? ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. നൈട്രജൻ ബേസ് ഒരു ഹെട്രോസൈക്ലിക് ആണ്. റിംഗ് സ്ട്രക്ചർ ഓഫ് മോണോസാക്കറൈഡ്. നമ്മൾ മോണോസാക്കറൈഡിന്റെ പിക്ചർ വരക്കുമ്പോൾ മേലെ ഒരു ഓക്സിജൻ റിങ്ങിന്റെ ഉള്ളിൽ വരക്കാറില്ലേ? അപ്പോ റിങ്ങിന്റെ ഉള്ളിൽ കാർബൺ അല്ലാണ്ട് ആര് വന്നു? ഓക്സിജൻ വന്നു. അപ്പോ മോണോസാക്കറൈഡിന്റെ റിംഗ് സ്ട്രക്ചറും എന്താണ്? ഹെട്രോസൈക്ലിക് ആണ്. പ്രോട്ടീനിന്റെ അകത്ത് എന്താണ്? അമിനോ ആസിഡിന് റിംഗ് സ്ട്രക്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആൻസർ ഏതാ വരുക? 1 and 2. ആൻസർ ഏതാണ്? നൈട്രജൻ ബേസ് ആൻഡ് റിംഗ് സ്ട്രക്ചർ ഓഫ് മോണോസാക്കറൈഡ് എന്ന് പറയണം. റിംഗ് സ്ട്രക്ചർ അല്ലാണ്ട് മോണോസാക്കറൈഡിന് റിംഗ് അല്ലാത്ത സ്ട്രക്ചർ ഉണ്ടല്ലോ. അപ്പൊ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഈസ് നൈട്രജൻ ബേസ് ആൻഡ് റിംഗ് സ്ട്രക്ചർ ഓഫ് മോണോസാക്കറൈഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോളോയിങ് സ്ട്രക്ചർ ഈസ് റിലേറ്റഡ് ടു വിച്ച് അമിനോ ആസിഡ്സ്? എന്ന് ചോദിച്ചത് അമിനോ ആസിഡിനെയാണ്. അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു COH ഗ്രൂപ്പ് ഉണ്ട്, NH ഉണ്ട്, H ഉണ്ട്, പിന്നെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്. R ഗ്രൂപ്പ് CH3 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അലാനിൻ. നമുക്ക് പഠിക്കാനുണ്ട് അലാനിൻ, ഗ്ലൈസിൻ, സെറിൻ. ഈ മൂന്ന് പിക്ചേഴ്സും പോയി നോക്കണം. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ അവിടെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ന്യൂക്ലിയോസൈഡ്? ഏതാണ് ന്യൂക്ലിയോസൈഡ് എന്നാണ് ചോദിച്ചത്. അഡിനിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ? ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിക് ആസിഡിന് എക്സാമ്പിൾ ആണ് ആര്? അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ് ഈസ് എ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 കമ്പണന്റും ഉള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോടൈഡ്. നമ്മളോട് ചോദിച്ചത് ന്യൂക്ലിയോസൈഡ് ആണ്. ന്യൂക്ലിയോസൈഡ്
യുറിഡിൻ നോക്കിയേ, യുറിഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഷുഗറും യുറാസിലും കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന സ്ട്രക്ചർ ആണ് യുറിഡിൻ അല്ലേ? അപ്പോ ഇതിന്റെ അകത്ത് ഫോസ്ഫേറ്റ് ആഡ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേര് യുറിഡിലിക് ആസിഡ് എന്നാണ്. ഡിയോക്സി യുറിഡിലിക് ആസിഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഡിയോക്സിക്ക് ചാൻസ് ഇല്ല, കാരണം യുറാസിൽ എവിടെ മാത്രമേ കാണുന്നുള്ളൂ? RNA മാത്രമേ കാണുന്നുള്ളൂ, DNA കാണുന്നില്ല. അപ്പോ യുറിഡിൻ എന്താണ്? ഒരു ന്യൂക്ലിയോടൈഡ് അല്ല, മറിച്ച് ആരാണ്? ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. തൈമിഡിലിക് ആസിഡ്. തൈമിഡിലിക് ആസിഡ് ആരാണ്? ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോ ഓളും അല്ല ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ന്യൂക്ലിയോസൈഡ് എന്നാണ് ചോദിച്ചത്. ആൻസർ ആരാണ്? യുറിഡിൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് റെപ്രസെന്റ് ലെക്റ്റിൻസ്? ലെക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ? നമ്മളെ ഒരു ബോക്സ് ഉണ്ടായിരുന്നില്ലേ, സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ആ ബോക്സിൽ നമ്മൾ പഠിച്ചതാണ്. എബ്രിൻ, റൈസിൻ. എബ്രിൻ, റൈസിൻ ആരായിരുന്നു? ടോക്സിൻ, മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻ, ടെർപ്പിനോയിഡ്സ്. കോൺകന, വാലിൻ എ, ലെക്ക്. ലെഗ് എന്ന് എങ്ങനെ ആലോചിക്കുക? വാല്, കാല്, വാല്. ലെക്റ്റിൻ, ലെക്ക്, വാല്. കോൺകന, വാലിൻ എ എന്തായിരുന്നു? ആരായിരുന്നു? ലെക്റ്റിൻ ആയിരുന്നു. നൺ ഓഫ് ദി അബോവ് അല്ല. ആൻസർ സി, കോൺകന, വാലിൻ എ ഈസ് എ ലെക്റ്റിൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഈസ് എ ഡൈസാക്രൈഡ്? നമുക്ക് പഠിക്കാനുള്ള 3 ഡൈസാക്രൈഡ് ഏതല്ലായിരുന്നു? സൂക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ഞാൻ ഒരു കോഡ് എനിക്ക് ഉണ്ടായിരുന്നു മുന്നേ, സുമല ഡൈ എന്ന് ഓർത്തു വെക്കുക. സു മാ ല ഡൈ, സുമല ഡൈ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡൈസാക്രൈഡ്. സുമല ഡൈ. ഇതിൻ്റെ അകത്ത് ഗാലക്ടോസ് ആരാണ്? മോണോസാക്രൈഡ് ആണ്. ഫ്രക്ടോസ് മോണോസാക്രൈഡ് ആണ്. മാൾട്ടോസ്, സുമ. മാൾട്ടോസ് ആരാണ്? ഡൈസാക്രൈഡ് ആണ്. ഡെക്സ്ട്രിൻ മോണോസാക്രൈഡ് ആണ്. ഓക്കെ. ആൻസർ ഏതാണ്? മാൾട്ടോസ്. 3. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചത്. ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ ഹാസ് ഓൺലി 4 ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ ഒരു ടിഷ്യൂ എടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് 2 പോർഷൻസ് കിട്ടാറുണ്ട്. ആസിഡ് സോല്യൂബിളും ആസിഡ് ഇൻസൊല്യൂബിളും. ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ നമുക്ക് നേരെ മേലെയുള്ള റിട്ടൺ ഡേറ്റിൽ കിട്ടും. താഴെയുള്ള ഫിൽട്രേറ്റിൽ നമുക്ക് എന്താ കിട്ടാറ്? ആസിഡ് സോല്യൂബിൾ പോർഷൻ ആണ് കിട്ടാറ്. അപ്പോ ആസിഡ് ഇൻസൊല്യൂബിൾ ഫ്രാക്ഷൻ്റെ അകത്ത് ഓൺലി 4 ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് NCERT കൊടുത്തിട്ടുണ്ട്. ആ 4 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഏതൊക്കെയായിരുന്നു? പ്രോട്ടീൻ ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് പോളിസാക്കറൈഡ്സ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? ലിപ്പിഡ്സ് ഉണ്ടാവും, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാവും. All compound in acid insoluble fraction have molecular weight in range 10,000 Dalton and above. എല്ലാവരുടെ കേസിലും ഇത് applicable അല്ല, കാരണം ലിപ്പിഡിന്റെ മോളിക്കുലാർ വെയിറ്റ് എബവ് 10,000 അല്ല. നമുക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക്? ലിപ്പിഡ് എന്തല്ല? ഒരു മാക്രോമോളിക്യൂൾ അല്ല, ഒരു മൈക്രോമോളിക്യൂൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഓൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ്, എക്സെപ്റ്റ് ലിപ്പിഡ് എന്ന് പറയണമായിരുന്നു. അങ്ങനെ തന്നെ NCERT എഴുതിയിട്ടുള്ളത്. എക്സെപ്റ്റ് ലിപ്പിഡ്, അതറിന്റെ ഒക്കെ മോളിക്കുലാർ വെയിറ്റ് എബവ് 10,000 ആണ്. മോളിക്കുലാർ വെയിറ്റ് ലെസ് ദാൻ 1,000 Dalton ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് മൈക്രോമോളിക്യൂൾസ്. അത് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബയോ മാക്രോമോളിക്യൂൾസ് ആർ സിംപ്ലി നോൺ ആസ് ബയോമോളിക്യൂൾസ്. അല്ല, NCERT എഴുതിയിട്ടുണ്ട് മൈക്രോമോളിക്യൂൾസിനെയാണ് നമ്മൾ സിംപ്ലി എന്ത് വിളിക്കുന്നത്? ബയോമോളിക്യൂൾ. അപ്പൊ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് NCERT ആരെയാ വിളിച്ചിട്ടുള്ളത്? മൈക്രോമോളിക്യൂൾസിനെയാണ് എന്ത് വിളിച്ചത്? ബയോമോളിക്യൂൾ. മാക്രോമോളിക്യൂളിനെ അല്ല വിളിച്ചിട്ടുള്ളത്, മൈക്രോമോളിക്യൂൾസിന്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചത്. ആൻസർ 2. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ആഫ്റ്റർ ഗ്രൈൻഡിങ് സെൽ മെംബ്രെയിൻ ഫോം വെസിക്കിൾസ്. നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചത്. നമ്മൾ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡുകൾ എന്താവാറുണ്ട്? വെസിക്കിൾ ആയി മാറാറുണ്ട്. ഈ വെസിക്കിൾസ് ആർ നോട്ട് സോലബിൾ ഇൻ വാട്ടർ എന്നാണ് NCERT എഴുതിയിട്ടുള്ളത്. ഇവർ എഴുതിയത് എന്താ? ക്വസ്റ്റ്യൻ എന്താണ്? വെസിക്കിൾസ് ആർ
വാട്ടർ സോലബിൾ. അതെന്താണ്? തെറ്റാണ്. വെസിക്കിൾസ് ആർ നോൺ സോലബിൾ ഇൻ വാട്ടർ. ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി ബയോ മാക്രോമോളിക്യൂൾ. ശരിയാണ്. നൺ ഓഫ് ദി അബവ് അല്ല. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The macromolecules from the cytoplasm and organelles become. മാക്രോമോളിക്യൂൾസിനെ നമുക്ക് എവിടുന്നാ കിട്ടാറ്? മാക്രോമോളിക്യൂൾസ് എവിടെ ഉണ്ടാവുക? റീറ്റെയിൻ ചെയ്ത് നിന്ന റിട്ടേൺ ഡേറ്റ് ആണ് ആര്? മാക്രോമോളിക്യൂൾസ്. ഇനി താഴെ പോയിട്ടുള്ള ആൾ ആരാണ്? ഫിൽട്രേറ്റ് ആണ്. ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് തരുന്നത്? സിംപ്ലി നമുക്ക് എന്ത് തരുന്നു? ഒരു സൈറ്റോപ്ലാസത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കോമ്പോസിഷൻ നമുക്ക് റഫ്ലി പറഞ്ഞു തരുന്ന ആളാണ് ആര്? ഫിൽട്രേറ്റ്. റിട്ടേൺ ഡേറ്റ് എന്ന് പറയുന്നത് മാക്രോമോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ് ആർ പ്രസന്റ് ഇൻ ദി റിട്ടേൺ ഡേറ്റ്. എന്ന് വെച്ചാൽ മാക്രോമോളിക്യൂൾ എവിടെയാ കാണുക? റിട്ടേൺ ഡേറ്റിലാണ്. അത് സൈറ്റോപ്ലാസത്തിലാണെങ്കിലും ഓർഗനലിന്റെ ഉള്ളിലെത്തയാണെങ്കിലും എവിടെയാ കാണുക? റിട്ടേൺ ഡേറ്റിലാണ്. ഓക്കെ. നെക്സ്റ്റ്, സെല്ലിന്റെ കോമ്പോസിഷൻ. ആവറേജ് കോമ്പോസിഷൻ ഓഫ് സെല്ല് നമുക്കൊരു ബോക്സിൽ പഠിക്കാറുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം നോക്കാം. ഒരു സെല്ല് എടുത്താൽ സെല്ലിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 70 to 90% ആരെയാണ് കാണുന്നത്? വാട്ടർ. പിന്നെ കാണുന്നത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ 10 to 15. പ്രോട്ടീൻ 10 to 15 നമ്പർ കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് 3% ആണ് കാണുന്നത്. ലിപ്പിഡ്സ്, ലിപ്പിഡ്സ് എത്ര കാണാൻ പറ്റും? 2 കാണാൻ പറ്റും. അയോൺ 1 കാണാൻ പറ്റും. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് 5 to 7% കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. 10 to 15, 10 പ്രോട്ടീൻ. ഇവിടെ ആരാ വരുക? പ്രോട്ടീൻ. 3% കാണുന്നത് ആരാ? 3% കാണുന്നത് ആരാ? കാർബോഹൈഡ്രേറ്റ്. ആരാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ലിപ്പിഡ്സ് എത്രയാ? ലിപ്പ് 2%. 5 to 7 ആരാ? ന്യൂക്ലിക് ആസിഡ്. അയോൺ 1. അപ്പൊ നമുക്ക് വേണ്ടത് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് 2. പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് 2, ന്യൂക്ലിക് ആസിഡ്. ഓ, ഭാഗ്യവശാൽ ആൻസർ ഏതാണ്? എ തന്നെയാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ക്രോസ് ചെക്ക് ചെയ്യേണ്ട. ബാക്കി ഓപ്ഷനിൽ ഒന്നിലും പ്രോട്ടീന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആൻസർ ഏതാണ്? എ ആണ്. ക്ലിയർ അല്ലേ? വാട്ടർ 70 to 90, protein 10 to 15, carbohydrate 3, nucleic acid 5 to 7, lipids 2, iron 1. Okay. Which statement is incorrect? Homopolymer have only one type of monomer. അതുകൊണ്ടാണ് അതിനെ ഹോമോ എന്ന് വിളിക്കുന്നത്. പോളിമർ എന്ന് വിളിക്കാൻ കാരണം എന്താ? n number of repeats ഉള്ളതുകൊണ്ട്. യെസ്, കറക്റ്റ്. നമ്മളോട് ചോദിച്ചത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ ഡയറ്ററി പ്രോട്ടീൻസ് ആർ സോഴ്സ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. യെസ്, ഡയറ്ററി പ്രോട്ടീൻ വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കിട്ടുന്നത്. അമിനോ ആസിഡ്സ് കുഡ് ബി എസെൻഷ്യൽ ഓർ നോൺ എസെൻഷ്യൽ. 2 ടൈപ്പ് അമിനോ ആസിഡിന്റെ എസെൻഷ്യൽ ഉണ്ട്, നോൺ എസെൻഷ്യൽ ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ അവർ ബോഡി. അതിനെ എസെൻഷ്യൽ എന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ബോഡി അതിനെ സിന്തസിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സിന്തസൈസ് ചെയ്യൂല എന്നാണ് വേണ്ടത്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഇൻകറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The long protein chain is also folded upon itself like a hollow woolen ball. Hollow woolen ball itself like a ball ആക്കി കഴിഞ്ഞാൽ വിളിക്കുന്ന പേരെന്താ? ടെറിഷറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്തായിരുന്നു? ലീനിയർ. ഈ ലീനിയർ സ്ട്രക്ചറിലെ പ്രോട്ടീൻ നമ്മൾ എവിടെയും വെക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? ഇവർക്കിടയിൽ ഓരോ ഡിസ്റ്റൻസിൽ അവിടെ ഇവിടെ എല്ലായിട്ട് എന്തുണ്ടാവുന്നു? കോയിൽഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ. ഇനി ഈ സെക്കൻഡറി സ്ട്രക്ചറോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഫോൾഡ് ചെയ്തിട്ട് ഹോളോ വൂളൺ ബോൾ ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടെറിഷറി സ്ട്രക്ചർ. ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ളത് ആർക്കാണ്? ടെറിഷറി സ്ട്രക്ചറിനാണ്. അപ്പൊ ആൻസർ ഏതാണ്? നമ്മളോട് ചോദിച്ചത് ഹോളോ വൂളൺ ബോൾ ആണ്. ആൻസർ ടെറിഷറി സ്ട്രക്ചർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ബിലോ 1 and 2. മുന്നേ NCERT ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഇമേജ് ആയിരുന്നു ഇത്. 1 എന്ന് പറയുന്നത് ഹെലിക്കൽ സ്ട്രക്ചർ. ഹെലിക്കൽ ഏതാ? സെക്കൻഡറി. ഹോളോ വൂളൺ ബോള് ആരാ? ടെറിഷറി. അപ്പൊ ആൻസർ ഏതാ വരുക? ബി. അപ്പൊ ഇങ്ങനെ ഹെലിക്കല്, സെക്കൻഡറി, ഒരു നൂല് പോലെ വൂളൺ ആക്കിയിട്ടത് ഏതാണ്? ടെറിഷറി സ്ട്രക്ചർ. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി കോളം 1 and 2. ബോണ്ടും അതൊക്കെ അറിയുന്ന സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ട് എവിടെയാ കാണുന്നത്? 2 അമിനോ ആസിഡിന്റെ ഇടയിൽ കാണുന്ന പെണ്ണെടുക്കട്ടെ, CONH ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ അമിനോ ആസിഡിന്റെ COH ഗ്രൂപ്പും രണ്ടാമത്തെ അമിനോ ആസിഡിന്റെ NH2 ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂളിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാവുന്ന ബോണ്ടാണ് CONH ബോണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് സീൻ ബിറ്റ്വീൻ അഡ്ജസന്റ് അമിനോ ആസിഡ്സ്. A2 ആണ് വരുന്നത്. A2 വരുന്ന 2 ഓപ്ഷൻ ആണുള്ളത്. അതിൽ B4 ആണ് വരുന്നത്. B എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബിറ്റ്വീൻ അഡ്ജസന്റ് മോണോസാക്രൈഡ്സ് ആണ്. B4 ആണ്. 2 ഓപ്ഷനിലും B4 ആണ്. C എസ്റ്റർ ബോണ്ട്. എസ്റ്റർ ബോണ്ട് കാണുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഓർമ്മയില്ലേ? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ആണ് എസ്റ്റർ ബോണ്ട് നമുക്കറിയുന്നത്. അപ്പൊ C ഏതാണ്? C3 ആണ്. അപ്പൊ C3D1 H ബോണ്ട്. H ബോണ്ട് അഥവാ ഹൈഡ്രജൻ ബോണ്ട് ഈസ് സീൻ ബിറ്റ്വീൻ നൈട്രജൻ ബേസസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് അല്ലെ? അപ്പൊ ആൻസർ ഏതാണ് വരിക? ആൻസർ D ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് എ പോളിസാക്രൈഡ്. നോട്ട് എ പോളിസാക്രൈഡ് എന്നാ ചോദിച്ചത്. സൂക്രോസ് ആരാടോ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സൂക്രോസ് ആരാ? സൂക്രോസ് ഈസ് എ ഡൈസാക്രൈഡ്. സ്റ്റാർച്ച് ഈസ് എ പോളിസാക്രൈഡ്. Glycogen is a polysaccharide. Cellulose is a polysaccharide. സ്റ്റാർച്ച് എവിടെ കാണുന്നതാ? പ്ലാന്റിൽ കാണുന്ന സ്റ്റോർഡ് ന്യൂക്ലിയന്റ് ആണ്. ഗ്ലൈക്കജൻ എവിടെ കാണുന്ന? ആനിമലിൽ കാണുന്ന സ്റ്റോർഡ് ന്യൂട്രിയന്റ് ആണ്. സെല്ലുലോസ് ആരാണ്? സെൽ വോൾ കമ്പോണന്റ് ഓഫ് പ്ലാന്റ് ആണ് അല്ലേ? അപ്പോ ആരാണ്? ആൻസർ ഏതാണ്? നോട്ട് പോളിസാക്രൈഡ്, സൂക്രോസ്. സൂക്രോസ് ഈസ് എ ഡൈസാക്രൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൂ ഫോർ സെല്ലുലോസ് മോളിക്യൂൾ. സെല്ലുലോസിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്, സെല്ലുലോസ് സെൽ വോൾ കമ്പോണന്റ് ആണ്. സെല്ലുലോസ് ഈസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ്. NCERTയിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്. പോളിമറിക് സബ്സ്റ്റൻസിന്റെ കൂട്ടത്തിലാണ് ആരുള്ളത്? സെല്ലുലോസ് ഉള്ളത്. സെല്ലുലോസ് ഈസ് എ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. ഇനി സെല്ലുലോസിൽ കാണുന്ന ബോണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ β14 ലിങ്കേജ് പ്ലസ് അൺബ്രാഞ്ചഡ് ആണ് ആര്? സെല്ലുലോസ് എന്ന് പറയുന്നത്. അറൌണ്ട് 6000 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രാഞ്ച് ഇല്ലാത്ത ലീനിയർ സ്ട്രക്ചർ ആണ് ആര്? നമ്മളുടെ സെല്ലുലോസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഹ്യൂമൻസിന് എന്തുകൊണ്ടാണ് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന എൻസൈമിന്റെ പേരെന്നാ? സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഈ അമൈലേസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഇത് സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, പക്ഷെ ആരെ ബ്രേക്ക് ഡൗൺ ചെയ്യില്ല? സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യില്ല. ബിക്കോസ് അമൈലേസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് α14 ലിങ്കേജിനെയാണ്. സ്റ്റാർച്ചിൽ കാണുന്ന ബോണ്ട് ഏതാ? α14. സെല്ലുലോസിൽ കാണുന്നത് ഏതാ? β14 ലിങ്കേജ് ആണ്. അപ്പൊ β14 ആര് ബ്രേക്ക് ചെയ്യില്ല? അമൈലേസ്. അതുകൊണ്ടാണ് നമുക്ക് സെല്ലുലോസ് എന്താവാത്തത്? ഡൈജസ്റ്റ് ആവാത്തത്. ആൻസർ ഏതാണ് ഉള്ളത്? β14 ലിങ്കേജ്. സെല്ലുലോസ് ഈസ് എ അൺബ്രാഞ്ചഡ്. ഓക്കെ, നെക്സ്റ്റ്, ഷുഗർ വിത്ത് 5 മെമ്പേർഡ് റിംഗ് ഈസ് കോൾഡ്. 5 മെമ്പർ ആണെങ്കിൽ FFFF വെച്ച് ഓർത്താൽ മതി. ഫ്യൂറനോസ്. 5 മെമ്പേർഡ് റിംഗ് ആണ് ഫ്യൂറനോസ്. പൈറനോസ് എന്ന് പറയുന്നത് 6 മെമ്പേർഡ് റിംഗ് ആണ്. പിന്നെ ഡിയും ഇതും ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാലോ, റൈറ്റിലും ലെഫ്റ്റിലേക്കും. അപ്പോ 5 മെമ്പേർഡ് റിംഗ് ആരാ? 5F ഫ്യൂറനോസ്. 6 ഏതാ? പൈറനോസ്. ഓക്കെ, നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് റെസ്പോൺസ്. ഫോർ എവരി ഇൻക്രീസ് ബൈ 10 degrees Celsius rate is double. General rule of thumb. എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷന്റെ ജനറൽ റൂൾ ഓഫ് തമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 degrees Celsius കൂടുമ്പോൾ റിയാക്ഷൻ ഡബിൾ ആവുന്നു, 10 degrees Celsius കുറയുമ്പോൾ റിയാക്ഷൻ ഹാഫ് ആവുന്നു. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ എവരി ഇൻക്രീസ് ബൈ 10 degrees Celsius റേറ്റ് ഈസ് ഡബിൾ. ശരി. റേറ്റ് ഡിക്രീസ് ബൈ 1/4 ബൈ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ബൈ 10 degrees Celsius. 10 degrees Celsius കുറയുമ്പോൾ 1/4 അല്ല 1/2 ആണ് ആവുന്നത്, ഹാഫ് ആണ് ആവുന്നത്. When enzyme catalyzed reaction are observed, the rate would be vastly lower than the same but uncatalyzed reaction.
അൺകാറ്റലൈസ്ഡ് റിയാക്ഷനെ പോലെയല്ല എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എന്താവുക ചെയ്യുന്നത്? റിയാക്ഷൻ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഏതാണ് വരിക? ആൻസർ എ. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദി കോളം 1 and 2. ഫോർമേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാ? ഈസ്റ്റിനെയാണ്. എ വരുന്നത് 2. A2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ബി വരുന്നത് ഫോർമേഷൻ ഓഫ് പൈറൂവിക് ആസിഡ്. ബി ആൻസർ കീ പ്രകാരം ബി 1 വരണം. ഫോർമേഷൻ ഓഫ് പൈറൂവിക് ആസിഡ് അനൈറോബിക് കണ്ടീഷനിലല്ല പൈറൂവിക് ആസിഡ് മസിലല്ല ഉണ്ടാവുന്നത്. സാധാരണഗതിയിൽ എയ്റോബിക് കണ്ടീഷനിൽ നോർമൽ ഹ്യൂമൻ സെല്ലിലാണ് എന്ത് ഉണ്ടാവുന്നത്? പൈറൂവിക് ആസിഡ്. അപ്പൊ ബി വരേണ്ടത് എത്രയാണ്? 3 ആണ്. അനൈറോബിക് കണ്ടീഷനിൽ സ്കെൽട്ടൽ മസിലിൽ എന്താണ് ഉണ്ടാവുന്നത്? ലാക്റ്റിക് ആസിഡ്. അപ്പൊ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നത് സ്കെൽട്ടൽ മസിൽ അനൈറോബിക് കണ്ടീഷൻ ആണ്. A2B31. A2B31 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, ആദ്യമായിട്ടായിരിക്കും അല്ലെ ഒരു മാച്ച് ദി ഫോളോയിങ്ങിന് നൺ ഓഫ് ദീസ് വരുന്ന ആൻസർ. എനിവേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് P is at lower level than S, the reaction is. നമ്മൾ ഒരു ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. അതിൽ നിങ്ങൾക്ക് എൻസൈം കൈനറ്റിക്സിലെ റിയാക്ഷൻ ഇത് ഓർമ്മയില്ലേ? സബ്സ്ട്രേറ്റിനേക്കാൾ എനർജി കുറവാണ് പ്രൊഡക്റ്റ്. ഓ, ഇത് വേറെ എന്തുവായി മാറിയിട്ടാ. ഒരിക്കലും കൂടി വരക്കെ. സബ്സ്ട്രേറ്റിനേക്കാൾ എനർജി കുറവാണ് ആർക്ക്? പ്രൊഡക്റ്റിന്. അതവിടെ നിൽക്കട്ടെ. ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എക്സ് ആക്സിസിൽ എന്തായിരുന്നു? പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജി. സബ്സ്ട്രേറ്റിനേക്കാൾ പൊട്ടൻഷ്യൽ എനർജി പ്രൊഡക്റ്റിന് കുറവാണെങ്കിൽ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റായി മാറുമ്പം ആരെ റിലീസ് ചെയ്യണം? എനർജിയെ റിലീസ് ചെയ്യണം. അത്തരം റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? എക്സോതേർമിക് റിയാക്ഷൻ. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഈച്ച് ക്ലാസ് ഓഫ് എൻസൈം വെയർ ഫർദർ ക്ലാസിഫിക്കേഷൻ ഇൻ ടു ഡാഷ് സബ് ക്ലാസ് ആൻഡ് നെയിംഡ് ബൈ ഡാഷ് ഡിജിറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻസൈമിനെ പഠിക്കുമ്പം എൻസൈം 6 ക്ലാസ് ആണെന്നും 4 to 13 സബ് ക്ലാസ് ആണെന്നും 4 ഡിജിറ്റ് നമ്പർ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നും. പക്ഷെ നിങ്ങൾക്ക് ഈ 4 ഡിജിറ്റ് മേ ബി ഓർമ്മയുണ്ടാവണമെന്നില്ല. ഇത് രണ്ടും ബൈ ഹേർട്ട് ആയിരിക്കും. 6 ക്ലാസും 4 മുതൽ 13 വരെ സബ് ക്ലാസും 6 ക്ലാസ് ആൻഡ് 4 to 13 സബ് ക്ലാസും 4 ഡിജിറ്റ് നമ്പറും. അപ്പൊ നമ്മളോട് ചോദിച്ചത് സബ് ക്ലാസ് എത്ര? 4 to 13, 4 to 13. എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ട്? 13 അല്ല 4. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? സി. 4 ഡിജിറ്റ് വെച്ചിട്ടാണ് എൻസൈമിനെ റെപ്രസെന്റ്. ഈസി നമ്പർ, എൻസൈം നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോലൈസ് കാറ്റലൈസ്. ഹൈഡ്രോലൈസ് എൻസൈമിന്റെ ഇതിൽ പഠിച്ചില്ല. ഹൈഡ്രോലൈസ് ആരെയാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്ന്. ഹൈഡ്രോലൈസ് കാറ്റലൈസ് ചെയ്ത് ആരെയാണെന്ന് ഒറ്റ സ്ട്രക്ചറിൽ അങ്ങ് പഠിക്കുക. ഈ മുഴുവൻ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഹൈഡ്രോലൈസ് ആരെയൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? എസ്റ്റർ ഈതർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എസ്റ്റർ ഈതർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. CCPNC ഹാലൈഡ് ബോണ്ട്. CCPNC ഹാലൈഡ് ബോണ്ടുകൾ. CCPNC ഹാലൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിരുന്നത് ആരാണ്? ഹൈഡ്രോലൈസ്. ഹൈഡ്രോലൈസ് ബ്രേക്ക് ഡൗൺ ചെയ്തത് എസ്റ്റർ ഈതർ പെപ്റ്റൈഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. CCPNC ഹാലൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിരുന്നത് ആരാണ്? ഹൈഡ്രോലൈസ് ആണ്. ആൻസർ 1, 2, 3, 4. ആൻസർ ഏതാണ്? ഡി ആണ്. ഓക്കെ, ഇനി ഫൈൻഡ് ദി മിസ്മാച്ച്. മിസ്മാച്ച് കണ്ടുപിടിക്കാനാ ചോദിച്ചത്. കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈമിൽ മെറ്റൽ അയോണായിട്ട് ആരാണുള്ളത്? സിങ്ക്. കറക്റ്റ് ആണ്. NADP മെയിൻ കമ്പോണന്റ് ഓഫ് NADP നിയാസിൻ അഥവാ വൈറ്റമിൻ B3. ശരിയാണ്. ഹീം പ്രോസ്തെറ്റിക് ഗ്രൂപ്പായ ഹീം ആറിലൊക്കെയാണ് കാണുന്നത്. ഏതൊക്കെ എൻസൈമിലാണ് കാണുന്നത്? പെറോക്സിഡേസ് ആൻഡ് കാറ്റലേസ്. അപ്പൊ ആൻസർ ശരിയാണ്. NADയിലും NADPയിലും ആരെ തന്നെയാണ് കാണുന്നത്? നിയാസിനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് മിസ്മാച്ച്. ഓക്കെ, അപ്പൊ കോഫാക്ടേഴ്സും നോക്കി പഠിക്കണേ. The stored form of sugar in animal is. stored form of sugar in animal ഏതായിരുന്നു? ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ ഏത് പോളിസാക്കറൈഡാ? ഹോമോപോളിസാക്കറൈഡ്.
ഹോമോപോളിസാക്കറൈഡ് ഓർമ്മയുണ്ടോ? ആരാന്ന്? ഹോമിലെ സ്റ്റാർ ആണ് CI-CG എന്ന് ഓർത്തു വെക്കോ. ഹോമിലെ സ്റ്റാർ ആണ് CI-CG. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇനുലിൻ, കൈറ്റിൻ, ഗ്ലൈക്കോജൻ. സി ആരാ? സെല്ലുലോസും ഉണ്ട്, കൈറ്റിനും ഉണ്ട്. ഐ ആരാ? ഇനുലിൻ. ജി ആരാ? ഗ്ലൈക്കോജൻ. അപ്പൊ ഗ്ലൈക്കോജൻ ഈസ് എ ഹോമോപോളിസാക്കറൈഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following structural formula of two organic compound correct with their function? With their related function correct ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ആദ്യത്തെ പിക്ചർ നോക്കിയേ. ആദ്യത്തെ എ ആരാണ്? എ നോക്കിയേ. ഒരു RCOH ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫോസ്ഫോ ഉണ്ട്, N വരുന്ന എന്തോ സാധനവും ഉണ്ട്. അപ്പൊ ഇത് ആരായിരുന്നു? ഇത് എന്തിന്റെ പിക്ചർ ആയിരുന്നു? ഇറ്റ് ഇസ് എ ഫോസ്ഫോ ലിപ്പിഡ് ആരായിരുന്നു? ലെസിത്തിൻ ആയിരുന്നു. ലെസിത്തിൻ എവിടെയായിരുന്നു കാണുന്നത്? ലെസിത്തിൻ സെൽ സെൽ മെംബ്രെയിനിലായിരുന്നു കാണുന്നത്. തിന്ന് മെംബ്രെയിൻ എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കിയേ. ബി ആരാണ്? 9 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. അഡനിൻ ആയിരുന്നു. 9 മെമ്പേർഡ് ഉള്ള റിംഗ് ആണ്. അവിടെ നൈട്രജനെ കാണുന്നുണ്ട്, മേലെ NH2 ആണ്. ഇതിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം നമുക്കുള്ളൂ. സ്ട്രക്ചർ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അഡനിൻ. അപ്പൊ അഡനിൻ എന്ന് പറയുന്നത് 9 ഞാൻ എഴുതിപ്പോയതാണ്. 9 മെമ്പേർഡ് റിംഗ് ആണ്. മോൾ ആരെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട്. ഇത് അഡനിന്റെ റിംഗ് സ്ട്രക്ചർ ആണ്. ഇതിൽ കറക്റ്റ് വിത്ത് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ബി അഡനിൻ ആണത് ശരിയാണ്. പക്ഷെ അഡനിൻ ഈസ് നോട്ട് എ ന്യൂക്ലിയോടൈഡ്. അഡനിൻ ആരാണ്? ഒരു നൈട്രജൻ ബേസ് ആണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. പിന്നെ ഏതെറ്റ്? ലെസിത്തിൻ ഈസ് എ കമ്പണന്റ് ഓഫ് സെൽ മെംബ്രെയിൻ. ഏത് ശരിയാണ്? ഓപ്ഷൻ 4 ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചുമ്മാ ഇട്ടതാണ്. നീറ്റിലെ UG 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് സെല്ലുലാർ കാറ്റിയോൺ ഈസ് K+. കാറ്റിയോൺ ആണ് ചോദിച്ചത്. ആനിയോൺ ആണെങ്കിൽ ഫോസ്ഫേറ്റ്സ് ആണ് വരിക. ആനിയോൺ ആണെങ്കിൽ ആരാ വരിക? ഫോസ്ഫേറ്റ്സ്. അപ്പൊ കാറ്റിയോൺ ഏതാണ്? K+ ആണ്. ഇൻട്രാ സെല്ലുലാർ, സെല്ലിന്റെ ഉള്ളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ചാർജ് ഓൺ DNA മോളിക്യൂൾ. DNA ഈസ് നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോണിന്റെ മുകളിൽ കെട്ടിവെക്കും. ഹിസ്റ്റോണ് പോസിറ്റീവ് ചാർജ് വരാനുള്ള കാരണം എന്താ? ലൈസിൻ, ആർജിൻ എന്ന് പറയുന്ന ബേസിക് അമിനോ ആസിഡ് കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ DNA-ക്ക് നെഗറ്റീവ് ചാർജ് വരാനുള്ള കാരണം എന്തുകൊണ്ടാ? DNA-യുടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റിലുള്ള ഫോസ്ഫോറിക് ആസിഡ് ഓർമ്മയില്ലേ? ഈ ഫോസ്ഫോറിക് ആസിഡ് ഉള്ള O ഗ്രൂപ്പുകളാണ് ആർക്ക് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്? DNA-ക്ക്. പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് അമിനോ ആസിഡ് അല്ല. പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് സൾഫർ അല്ല. സൾഫർ എവിടെ കിടക്കുന്നു? DNA-യിൽ. അമിനോ ആസിഡ് ഉണ്ടോ DNA-യിൽ? ഇല്ല. പ്രസൻസ് ഓഫ് നെഗറ്റീവ്ലി ചാർജ് ഓക്സിജൻ അയോണിൻ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആണ് ആൻസർ. അപ്പൊ ആൻസർ ഏതാണ്? C ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദി കോളം 1 and 2. പൊസിഷണൽ ഇൻഫർമേഷൻ തരുന്നത് ആരാ? അമിനോ ആസിഡിന്റെ പ്രൈമറി സ്ട്രക്ചർ ആണ് എന്ത് തരുന്നത്? പൊസിഷണൽ ഇൻഫർമേഷൻ. പ്രൈമറി സ്ട്രക്ചർ എടുക്കുമ്പോൾ 5ാമത്തെ അമിനോ ആസിഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് എന്തായിരുന്നു? റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ഒരു മിനിറ്റ്. പ്രൈമറി സ്ട്രക്ചർ, പൊസിഷണൽ ഇൻഫർമേഷൻ, പ്രൈമറി സ്ട്രക്ചർ. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് തരുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ഹോളോ വൂളൻ ബോൾ, തൊട്ട് മുന്നേ നമ്മൾ ഹോളോ വൂളൻ ബോൾ ആരായിരുന്നു? ടെറിഷറി സ്ട്രക്ചർ ആയിരുന്നു. ഇനി ലാസ്റ്റ് ഉള്ളത് ലീനിയർ സ്ട്രിങ്ങോസ്പിയർ. NCERT-യിൽ ക്വാട്ടനറി സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലീനിയർ സ്ട്രിങ്ങോസ്പിയേഴ്സ് എന്നാ. ടെറിഷറി സ്ട്രക്ചറിന്റെ ലീനിയർ സ്പ്രിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാട്ടനറി സ്ട്രക്ചർ. അപ്പോ DABC നോക്കിയേ. DABC. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ 4 ആണ്. ഓക്കെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ്, ബാക്കി നിങ്ങൾക്ക് എന്തായാലും അറിയണ്ടാവും. ലീനിയർ സ്ട്രിങ്ങോസ്പിയേഴ്സ് എന്ന് വിളിച്ചത് ആരെയാണ്? ക്വാട്ടനറി സ്ട്രക്ചറിനെയാണ്. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ബി ഇൻവോൾവ്ഡ് ഇൻ സ്റ്റെബിലൈസേഷൻ ദ 3-dimensional ഫോൾഡിംഗ് ഓഫ് മോസ്റ്റ് പ്രോട്ടീൻ? പ്രോട്ടീന്റെ 3-dimensional ഫോൾഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബോണ്ടുകൾ ഏതെല്ലാം ചോദിച്ചാൽ ഹൈഡ്രോഫോബിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, സൾഫർ ബോണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ. ആർക്ക്
ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചറിൽ പങ്കില്ല, എസ്റ്റർ ബോണ്ട്. ഇത് നീറ്റിന് ചോദിച്ചതാണ് 2016. അപ്പൊ ആൻസർ ഏതാണ്? എസ്റ്റർ ബോണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസോം. പ്രോട്ടീനെ പറ്റി ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എക്സെപ്റ്റ് റൈബോസൈം. ശരിയാണ്. വൺ ക്യാൻ ഡെപിക്ട് ആൻ എൻസൈം ബൈ എ ലൈൻ ഡയഗ്രാം. NCERT പ്രോട്ടീനെ പറ്റി കൊടുത്തിട്ടുള്ള പാരഗ്രാഫിന്റെ ഇടയിലുണ്ട് ഇങ്ങനെ ഒരു ലൈന്. നമുക്ക് എൻസൈമിനെ ലൈൻ ഡയഗ്രാം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡെപിക്ട് ചെയ്യാൻ പറ്റും. പറ്റുമോ എന്ന് ചോദിച്ചാൽ NCERT വായിച്ചാൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. വൺ ക്യാൻ ഡെപിക്ട് ആൻ എൻസൈം ബൈ ലൈൻ ഡയഗ്രാം. ശരിയാണ്. അപ്പൊ എന്താണ് ഇത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് among the following is a non reducing sugar? റെഡ്യൂസിങ് ഷുഗർ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആൽഡിഹൈഡോ കീറ്റോ ഗ്രൂപ്പ് വേണം. അങ്ങനെ ഫ്രീ ആൽഡിഹൈഡോ കീറ്റോ ഗ്രൂപ്പ് ഇല്ലാത്ത ഒരൊറ്റ സ്ട്രക്ചറെ നമുക്ക് ഈ ലിസ്റ്റിലുള്ളൂ. ആരാണത്? സൂക്രോസ്. സൂക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ബയോമോളിക്യൂൾസ് കെമിസ്ട്രിയിൽ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ടാവും അല്ലെ? വൃത്തിയിൽ ബെൻഡിക് റിയാക്ഷൻ ഒക്കെ വെച്ചിട്ടുള്ള. ഓക്കെ. നെക്സ്റ്റ്, ദ എൻസൈം അമൈലേസ് ബിലോങ് ടു ദി ക്ലാസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമൈലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ബ്രേക്ക് ഡൗൺ ചെയ്ത ബോണ്ട് ഏതാ? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ചെയ്തിരുന്ന എൻസൈം ഏത് എൻസൈം ആയിരുന്നു? ഹൈഡ്രോലേസ്. നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഹൈഡ്രോലേസ് ഒറ്റ സ്ട്രച്ചിൽ പഠിക്കണം. എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, CC, PN, C ഹാലൈഡ് ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തിരുന്നത് ആരാ? ഹൈഡ്രോലേസ്. അപ്പോ ആൻസർ ഏതാണ് വരിക? ഹൈഡ്രോലേസ് ആണ് വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിലെ ഡിക്രീസിംഗ് ഓർഡറിൽ അപ്പൊ ആദ്യം ഇൻക്രീസ് ആയിട്ടുള്ള ആള് വേണം. പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്. പ്രോട്ടീന് 10 to 15 ആയിരുന്നു. അപ്പൊ പ്രോട്ടീൻ ആണ് കൂടുതലുള്ളത്. ലിപ്പിഡ് എത്രയായിരുന്നു? 2. ന്യൂക്ലിക് ആസിഡ് എത്രയായിരുന്നു? 5 to 7 ഇൻ നമ്പറാ. അപ്പോ പ്രോട്ടീൻ കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിക് ആസിഡ് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് 3, ലിപ്പിഡ്സ് 2. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഈസ് ഓഡ്? കൈറ്റിൻ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഓർമ്മയില്ലേ? കൈറ്റിൻ ഈസ് എ ഹോമോപോളിസാക്കറൈഡ് made up of N-acetyl glucosamine, commonly found in cell wall component of arthropods and fungi. Okay. Pectin is a heteropolysaccharide. Pectin is not a protein. But pectin ആരാണ്? ഒരു heteropolysaccharide ആണ്. എന്തല്ല? പ്രോട്ടീൻ അല്ല. Steroid is a lipid. Wax is also a lipid. അപ്പൊ ഏതാണ് ഓഡ് വണ്ണ് വരുന്നത്? പെക്റ്റിൻ. ഹെപ്പാരിൻ ആൻഡ് പെക്റ്റിൻ ആണ് നമുക്ക് heteropolysaccarides. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Given below is a graph showing the effect of substrate concentration on enzyme activity in the presence of a competitive inhibitor. The concentration of substrate is progressively increased. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടത് Km ആണ്. ഇതൊരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്ട്രേറ്റിന്റെ ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് ഇൻഹിബിറ്ററും സബ്സ്ട്രേറ്റും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യും. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററിന്റെയും സബ്സ്ട്രേറ്റും കാണാൻ എന്തായിരിക്കും? വളരെ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് ആക്റ്റീവ് സൈറ്റിലേക്ക് ആർക്ക് ബൈൻഡ് ചെയ്യണം? സബ്സ്ട്രേറ്റിനും ബൈൻഡ് ചെയ്യണം, ഇൻഹിബിറ്ററിനും. അവർ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നമുക്ക് തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടുപേരും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആരെ അളവ് കൂട്ടണം? ഇൻഹിബിറ്ററിന്റെ അളവ് കൂട്ടണോ സബ്സ്ട്രേറ്റിന്റെ അളവ് കൂട്ടണോ? സബ്സ്ട്രേറ്റിന്റെ അളവ് കൂട്ടണം. അപ്പൊ കൂടുതലും ആര് ബൈൻഡ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുന്നത്? സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുന്നുണ്ടാവുക. ഇനി ഇതാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇനി ഇവിടെയുള്ള ഒരു വാല്യൂ ഉണ്ട്, Km വാല്യൂ ഇൻക്രീസ് ബട്ട് റിയാക്ഷൻ വിൽ നോട്ട് അച്ചീവ് Vmax എന്നൊക്കെ പറയുന്നത്. Km എന്ന് പറയുന്നത് മിക്കാലിസ് മെന്റൻ കോൺസ്റ്റന്റ് ആണ്. ഈ Km എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് Vmax/2. ഒരു റിയാക്ഷൻ ഹാഫ് ആകുമ്പോഴുള്ള സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Km എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒരു എൻസൈമിന് കുറെ സബ്സ്ട്രേറ്റ് ഇട്ടു,
അത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എപ്പോഴും Km എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ വന്ന് നോക്കുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ്. അതിന്റെ അർത്ഥം എൻസൈമിന് സബ്സ്ട്രേറ്റിനോടുള്ള അഫിനിറ്റി കുറവാണ്. അപ്പൊ Km കൂടുക എന്ന് പറഞ്ഞാൽ, സബ്സ്ട്രേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എൻസൈമുകൾ സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റുന്നില്ല, പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നില്ല. ഇനി നമ്മൾ ഒരു എൻസൈമിന് സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുത്തു, നമ്മൾ വന്നിട്ട് നോക്കുമ്പം എന്ത് കാണുന്നില്ല, സബ്സ്ട്രേറ്റിന്റെ അളവ് കുറവാണ് എന്ന് വെച്ചാൽ Km കുറയുന്നു. അതിന്റെ അർത്ഥം എന്ത് കൂടുതലാണ്, എൻസൈമിന് അഫിനിറ്റി കൂടുതലാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ നമ്മൾ ആരെ അളവ് കൂട്ടുന്നുണ്ട്, Km കൂട്ടുന്നുണ്ട്. Km ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട്, കാരണം ഇൻഹിബിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻഹിബിഷൻ ഒഴിവാകുമ്പോൾ എന്ത് സംഭവിക്കും, എൻസൈം റിയാക്ഷൻ നടത്തിയിട്ട് എന്ത് കിട്ടും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ. Vmax എന്തായാലും എൻസൈം എന്ത് ചെയ്തിരിക്കും, അച്ചീവ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദ Km വാല്യൂ ഇൻക്രീസസ് ബട്ട് റിയാക്ഷൻ വിൽ നോട്ട് അച്ചീവ് Vmax. എൻസൈമിന് ഒരു പ്രശ്നവും ഇല്ല. ആരെ കൂടുതൽ, എൻസൈമിന് ഒരു ഡാമേജും എന്ത് വരുത്തുന്നില്ല, ഇൻഹിബിറ്റർ വരുത്തുന്നില്ല. കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എൻസൈമിനെ ഡാമേജ് ചെയ്യാത്തിടത്തോളം കാലം എൻസൈമിന് എന്ത് കിട്ടിയാൽ മതി, കൂടുതൽ സബ്സ്ട്രേറ്റിനെ കിട്ടുമ്പോൾ അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരും. Km വാല്യൂ ഇൻക്രീസ് ചെയ്തു നമ്മൾ, ബട്ട് ദ റിയാക്ഷൻ കൻ അൾട്ടിമേറ്റ്ലി അച്ചീവ് Vmax. അതെന്താണ്, ശരിയാണ്. Vmax വാല്യൂ ഡിക്രീസ് ബട്ട് ദി റിയാക്ഷൻ വിൽ നോട്ട് അച്ചീവ് Vmax. അല്ല, Km വാല്യൂ ഡിക്രീസസ്. അല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരെ കൂട്ടിയിട്ടുണ്ട്, നമ്മൾ സബ്സ്ട്രേറ്റ് കൂട്ടിയിട്ടുണ്ട്. സബ്സ്ട്രേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടുകയാണ്, Km കൂടുകയാണ്. അപ്പൊ Km കൂടും, ഇവരെന്ത് ചെയ്യും, Vmax അച്ചീവ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഈ Km കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അഫിനിറ്റി കുറയുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ അഫിനിറ്റിന്റെ കേസിലല്ല നമ്മൾ അത് ഉപയോഗിക്കുന്നത്, കാരണം ഇവിടെ ആരുണ്ട്, കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോ താങ്ക് യു മക്കളെ, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ബൈ.